അങ്ങനെ സൂര്യ സുദേവൻ കൊടുത്ത വിഷുക്കോടിയെല്ലാം ഉടുത്ത് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. എല്ലാം കണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ താഴെ എത്തിയിട്ട് അച്ഛ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കുക. അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നുണ്ട്, കല്യാണത്തിന് തന്നെ നീ മുണ്ടുടുക്കാൻ പെട്ട പാട് എനിക്കറിയൂ, ഇപ്പോൾ എന്തായാലും നീ പഠിച്ചല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അങ്ങനെ ഓരോന്ന് പഠിച്ചു വരണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ട് നന്ദിനിയെ നോക്കി പറയും, നന്ദിനി എങ്ങനെയുണ്ട്, കൊള്ളാവോ. അവൾ ചിരിച്ചുകൊണ്ട് ഒന്നും ഇടാതെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്തു പോയി പറയുന്നുണ്ട്, എന്റെ നന്ദിനി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഇത് കൊള്ളാവോ. നന്നായിട്ടുണ്ട് സാർ എന്ന് പറയാട്ടോ നന്ദിനി. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, കൊള്ളാം മോനെ, നീ ഈ നിറഞ്ഞ പുഞ്ചിരിയുടെ കൂടി ഈ ഡ്രസ്സും ഇട്ട് ചിരിച്ചു നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷുക്കണി. അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുത്തശ്ശിയാണ് നമ്മുടെ കൂട്ട്. അപ്പോൾ അച്ഛാ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമ്മുടെ വിഷു പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാൻ. അതേസമയം തന്നെ വേദയും ഇന്ദ്രജയും അവരുടെ ഹസ്ബൻഡും കൂടി ഇറങ്ങി വരികയാണ്. ഞങ്ങളും വിഷുവിന് എന്തൊക്കെ ആഘോഷങ്ങൾ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ദ്രസാർ ചോദിക്കുന്നുണ്ട്, ആണോ, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പഴയ കാലം നമുക്ക് ഇങ്ങോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യാം. നാട്ടുപുറത്ത് ഞങ്ങൾ വിഷു ആഘോഷിക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ അങ്ങ് ആഘോഷിച്ച് കളയാം. എന്താ നന്ദിനിമോളെ എന്ന് ചോദിക്കാൻ അവൾ ചിരിച്ചുകൊണ്ട് ആ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായി റെഡി ചെയ്ത് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ സുമ ടേബിളെല്ലാം തുടച്ചുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ രാജുവേട്ടൻ അവിടേക്ക് വരികയാണ്. എടി സുമേ, നീ ഈ തുടപ്പൊക്കെ അങ്ങ് നിർത്തി, അപ്പുറത്ത് നല്ല വിഷു ആഘോഷങ്ങൾ അങ്ങ് നടക്കുകയാണ്, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയാം. അപ്പോൾ സുമ പറയുന്നുണ്ട്, പൊക്കോ ഞാൻ വന്നോളാം. അങ്ങനെ രാജുവേട്ടന് ഹാളിലേക്ക് എത്തുകയാണ് കേട്ടോ. അവിടെയാട്ടെ വിഷുവിന്റെ ആഘോഷങ്ങൾ പൊടി പൊടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഓരോ കളികൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ആദ്യം തന്നെ കണ്ണ് പൊത്തി കളിയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. പ്രിയങ്കയുടെ കണ്ണാണ് കേട്ടോ നന്ദിനി കെട്ടിയിട്ടിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ മുന്നിലൂടെ അവളെയും തോണ്ടിയിട്ട് ഓടി നടക്കാൻ. പ്രിയങ്ക ആയിട്ട് ഒരാളെ കണ്ടു കിട്ടാൻ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം അവൾ നന്ദിനിയെ പിടിക്കാൻ കേട്ടോ. അങ്ങനെ അടുത്തത് നന്ദിനി എന്ന് പറഞ്ഞ് അവളുടെ കണ്ണ് കെട്ടുകയാണ്. സൂര്യ വന്നിട്ട് നന്നായിട്ട് മുറുകെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ കുറെ സമയം ശ്രമിക്കാട്ടോ ഒരാളെങ്കിലും തൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനം അവൾ ചെന്ന് പിടിക്കുന്നത് ആരെയാണ്, സൂര്യയാണ് കേട്ടോ. സൂര്യ പിടിച്ചിട്ടും അവൾക്ക് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ടില്ല. അങ്ങനെ അവൾ കണ്ണ് തുറക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ കൈയും നെക്കും അവസാനം മുഖം വരെ എത്തിട്ടോ തൊട്ട് നോക്കിയിട്ട്. അപ്പോൾ അവന്റെ താടി തൊട്ടത് കൊണ്ടാവാം അവൾക്ക് ചെറിയൊരു സംശയം തോന്നി. അങ്ങനെ അവൾ കണ്ണിൽ നിന്നും കെട്ടഴിക്കുകയാണ്. നോക്കുമ്പോൾ ദേ നിൽക്കുന്നു സൂര്യ മുന്നിൽ. അങ്ങനെ സൂര്യക്കും നന്ദിനിക്കും ഇടയിൽ ചെറിയൊരു റൊമാൻസ് ഒക്കെ നടക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരും സന്തോഷം കൊണ്ട് കൈയടിക്കുകയാണ്. യതീന്ദ്ര സർ പറയുന്നുണ്ട്, സുദേവ, ഞാൻ എൻ്റെ മോനെ ഇത്രയും സന്തോഷത്തോട് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്കും ഹാപ്പി ആയിട്ട് സജീവമായിട്ടായിരുന്നു അവൻ ഓരോ കളികളിലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതേസമയം സുമയാകട്ടെ ഇതിൽ നിന്നും വിട്ടുനിന്ന് അവൾ അടുക്കളയിൽ പോയിട്ട് പത്മയെ രഹസ്യമായിട്ട് ഫോൺ ചെയ്യാൻ. മാഡം മാഡം ഇവിടെ നിന്നും ഇറങ്ങിയത് മുതൽ ഇവിടെ ഭയങ്കര കളിയും ചിരിയും ആഘോഷങ്ങളും ഒക്കെയാണ്. ആ ഓക്കെ മാഡം, ഞാൻ പിന്നീട് എല്ലാം നോക്കിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാൻ. എന്നിട്ട് അവൾ അവരുടെ അടുത്തേക്ക് ഹാളിലേക്ക് തന്നെ പോവാൻ. അവിടെയായിട്ട് അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചെയർ എടുത്തിട്ട് വട്ടത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. മ്യൂസിക്കൽ ചെയർ കളിക്കാനാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ എല്ലാവരും അണിനിരക്കുകയാണ്. മ്യൂസിക് ഇടുകയാണ്. അങ്ങനെ എല്ലാവരും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ ഇന്ദ്രജ ഔട്ടാവുകയാണ് കേട്ടോ. പിന്നീട് കാത്തു, പ്രിയങ്ക, അങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ടായി വന്ന് അവസാനം സൂര്യയും നന്ദിനിയും മാത്രമാണ്. അങ്ങനെ ഒരു ചെയറിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഓടുകയാണ്. മ്യൂസിക് സ്റ്റോപ്പ് ചെയ്തതും സൂര്യയും നന്ദിനിയും കൂടി ഒരു ചെയറിൽ കയറി ഇരിക്കാൻ കേട്ടോ. അബദ്ധവശാൽ അത് സൂര്യയുടെ മടിയിലായിരുന്നു കേട്ടോ നന്ദിനി ഇരുന്നത്. അങ്ങനെ വീണ്ടും അവർക്കിടയിൽ റൊമാൻസ് നിറയാൻ. രണ്ടുപേരും കണ്ണോട് കണ്ണും നോക്കി നിൽക്കുകയാണ്. ചുറ്റും നിൽക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ട്, ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും അവരറിയുന്നില്ല കേട്ടോ. അവസാനം അവർ തന്നെ ആകെ ചമ്മി പോവുകയാണ്. അങ്ങനെ നന്ദിനി അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചുറ്റും നോക്കാൻ കേട്ടോ. എല്ലാവരും അവരെ നോക്കി ചിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അവൾ ആകെ ഇല്ലാതാവുകയാണ്. ആ ഒരു സമയത്ത് നിൽക്കുമ്പോൾ സൂര്യ പറയുന്നത്, നന്ദിനി, എനിക്ക് വിവേകിന്റെ വീട് വരെ ഒന്ന് പോകണം, അവർക്ക് വിഷു കൈനീട്ടം കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന യതീന്ദ്ര സർ പറയുന്നുണ്ട്, മര്യാദക്കാരനായപ്പോൾ നീ മൊത്തത്തിൽ അങ്ങ് മര്യാദ പഠിച്ചു കഴിഞ്ഞല്ലോ സൂര്യ. എല്ലാവരും ചിരിക്കാൻ കേട്ടോ സൂര്യ നോക്കിയിട്ട്. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഉണ്ണുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ട് തന്നെ തിരിച്ചെത്തണം. ഈ പോകുന്ന കണ്ടീഷനിൽ തന്നെ എന്നൊന്നുകൂടി ഊന്നി പറയാൻ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ശരി അച്ഛൻ, ഞാൻ ഇതേ കണ്ടീഷനിൽ തന്നെ തിരിച്ചെത്തിക്കോളാം. എന്നിട്ട് മുത്തശ്ശിയെ നോക്കി, ആ മുത്തശ്ശി, നമ്മുടെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നില്ല. ഊണ് കഴിഞ്ഞിട്ടും നമ്മുടെ പരിപാടികൾ ഇതുപോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കും. ഓക്കെ, റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ്ട സന്തോഷത്തോട് കൂടിയിട്ട്. അങ്ങനെ ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വിവേകിന്റെ വീടാണ്. അവിടെ സൂര്യയുടെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നതും അവർ ഡോർ തുറന്ന് വിവേകും ആരതിയും പുറത്തേക്ക് വരാൻ കേട്ടോ. അവർക്ക് സൂര്യയെ കാണുമ്പോൾ സന്തോഷമാവുകയാണ്. എവിടെ വരെ വിഷുവൊക്കെ എന്ന് പറഞ്ഞ് സൂര്യ അകത്തേക്ക് കിടക്കുക. അപ്പോൾ ആരതി പറയുന്നത്, ഞാനിപ്പോൾ നന്ദിയെ വിളിച്ചിരുന്നു, അവിടെ എല്ലാവരും ഉണ്ടെന്ന് അവൾ പറഞ്ഞു, വാ ഏട്ട അകത്തേക്ക് എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കാൻ കേട്ടോ. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് സൂര്യ. സൂര്യ പറയാണ്, അവർ കൊണ്ടുവന്നതാണ് നന്ദിയുടെ വീട്ടുകാർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു വിഷു എന്താണ്, അതിന്റെ സന്തോഷം എന്തൊക്കെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമാണ് ഇന്ന്. അച്ഛൻ പണ്ട് പഴയ കഥകളൊക്കെ പറയുമായിരുന്നു, പക്ഷെ അന്നൊന്നും ഇത്രക്കും ത്രില്ല് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. അപ്പോൾ വിവേകും ആരതിയും ചിരിക്കാണ്ട്. ശേഷം സൂര്യ ഒന്ന് കൈ നീട്ടിക്കേ എന്ന് ആരതിയോട് പറയാൻ. എന്നിട്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് വിഷു കൈനീട്ടം വെച്ച് കൊടുക്കുക. ഇതിനാണ് ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് വന്നത്. ഇത് കേട്ടതും ആരതി കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ. എന്നിട്ട് അവൾ സൂര്യയുടെ കാലിൽ തൊട്ടി അനുഗ്രഹം വാങ്ങിക്കും.
ഞങ്ങളുടെ അച്ഛനമ്മമാരൊന്നും വരാനില്ലല്ലോ. ഏട്ടൻ വന്നു തന്നെ ഞങ്ങളുടെ പുണ്യം എന്ന് പറയാൻ. ഇത് കേട്ടപ്പോൾ സൂര്യയും ഒന്ന് ഇമോഷൻ ആവാൻ. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലയിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, നീ എന്റെ പെങ്ങളല്ലേടി, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. പിന്നീട് വിവേകിനോട് പറയുന്നുണ്ട്, ഡാ ഞാൻ ഇറങ്ങാണ്. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, വിഷു അല്ലേടാ, നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പോയാലോ. അപ്പോൾ സൂര്യ പറയുന്നത്, ഏയ് നോ 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 നോ, ഇന്ന് ഡ്രൈ ഡേ ആണ്. ഇന്ന് അവരെല്ലാം വീട്ടിൽ വന്നിരിക്കുന്ന ദിവസമാണ്. പാവങ്ങളല്ലേടാ, അവര് വന്ന് സന്തോഷത്തോടെ തിരിച്ചു പോട്ടെ. ഞാൻ ഇറങ്ങാണേ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. അത് നോക്കിക്കൊണ്ട് ആരതി പറയുന്നുണ്ട് വിവേകിനോട്, ഏട്ടൻ നല്ല ചേഞ്ച് ആയിട്ടുണ്ടല്ലേ. ആൾ വിവേകും പറയുന്നുണ്ട്, അതെ, നല്ല സന്തോഷം, നല്ല തെളിയിച്ചം, അവൻ മാറാൻ തുടങ്ങി എന്ന് പറയാൻ. അപ്പോൾ ആരതി പറയുന്നുണ്ട്, വേറെ ഒന്നും വേണ്ട, നന്ദിനിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി, ഏട്ടൻ അറിയാതെ മാറിക്കോളും എന്ന് പറയാൻ. എന്നിട്ട് അവർ ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ്. അവിടെ ടേബിളിലെ ഇലകളെല്ലാം നിരത്തി അതിൽ ഓരോ വിഭവങ്ങളെല്ലാം വിളമ്പി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആഹാ, എല്ലാം റെഡിയായോ എന്ന് ചോദിച്ച് ഇൻസിഡർ വരികയാണ്. അപ്പോൾ ഇന്ദ്രയുടെ ഹസ്ബൻഡ് വന്നിട്ട് സ്മെല്ല് പിടിക്കാൻ, ആഹാ നല്ല സദ്യയുടെ മണം അല്ല സാർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻസിഡർ പറയുന്നുണ്ട്, അറിയുന്നവർ പാചകം ചെയ്താൽ അകലത്ത് നിന്നേ അറിയാമെന്നാണ് പറയാറ്. എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട്, മോളെ നന്ദിനി, സൂര്യ ഇപ്പോൾ വരും, ഞാൻ അവനെ വിളിച്ചിരുന്നു, അച്ഛനും മുത്തശ്ശിയൊക്കെ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അല്ല, ഞാൻ അവരെ അടുക്കളയിൽ ഇരുത്തിക്കോളാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതെന്താ മോളെ, ഈ നേരം വരെ ഒരുമിച്ച് കളിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഭക്ഷണത്തിന്റെ നേരത്തെ എന്തിനാ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്? അവരെ വിളിക്ക്, ഇന്ന് എല്ലാവരും ഒന്നിച്ചിരുന്നേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് യതീന്ദ്ര സാർ തന്നെ അടുക്കളയിലേക്ക് പോവാൻ. അതേസമയം അടുക്കളയിലാട്ടെ അവർ 4 പേരും മാറി നിൽക്കുക. പ്രിയങ്കക്ക് ടേബിളിൽ ഇരിക്കണമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, നമുക്കും എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ ഇരിക്കാം. അപ്പോഴാണ്ടോ യതീന്ദ്ര സാർ അവിടെ എത്തുന്നത്. സുദേവ വന്നേ, നമുക്ക് എല്ലാവർക്കും അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ നന്ദിനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട സാറേ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. അപ്പോൾ സാർ പറയുന്നുണ്ട്, താൻ എൻ്റെ ഒപ്പമാണ്, തൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തിനൊപ്പമാണ്, അപ്പോൾ പിന്നെ ഭക്ഷണത്തിനായിട്ട് മാറിയിരിക്കേണ്ട ഒരു ആവശ്യമില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ വേറെ സ്ഥാനവുമില്ല. താൻ വാടോ എന്ന് പറഞ്ഞ് സുദേവന്റെ കൈ പിടിക്കാണ്ടോ യതീന്ദ്ര സാർ. എന്നിട്ട് വാ മക്കളെ എന്നും പറഞ്ഞ് അവരെയും വിളിച്ച് ടേബിളിലേക്ക് വരിക. ചെന്നിരിക്കുക എന്ന് പറയാൻ. ആദ്യം അവർ ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും നിർബന്ധിച്ചിട്ട് അവരെല്ലാവരും ടേബിളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, ഡാഡി, സൂര്യ വന്നിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഡാഡി പറയുന്നുണ്ട്, സൂര്യ വന്നോളും, അവൻ ഇടയ്ക്ക് ഒന്ന് ചേർന്നോളും. കാര്യം അവന് വാക്ക് പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ ഏത് കണ്ടീഷനിലാണ് അവൻ തിരിച്ചു വരുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം, എല്ലാവരും ഇരുന്നേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. നന്ദിനിയും രാജുവേട്ടനും സുമയും കൂടി എല്ലാവർക്കും കറികളും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. പക്ഷെ നന്ദിനിയുടെ കുടുംബം മാത്രം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവർ കഴിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ അതിനനുസരിച്ച് പറയുന്നത്, എന്താ മക്കളെ നിങ്ങൾ നോക്കി നിൽക്കുന്നത്, കഴിക്കേ, നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലെ ആദ്യത്തെ വിരുന്നാണ്, എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി വേണം കഴിക്കാൻ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. യതീന്ദ്ര സാർ പറയുന്നുണ്ട്, വാവ്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം. അങ്ങനെ എല്ലാവരും ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മോളെ നന്ദിനി, എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ ഇത്തവണത്തെ വിഷു പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയ ഒരു വിഷുവാണ്. ഈ കറികളുടെയൊക്കെ മണവും ടേസ്റ്റും കിട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു എൻ്റെ അച്ഛനെയും അച്ഛമ്മയെയും അമ്മയെയും ചെറിയമ്മയൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ രാജുവേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ സാറേ, അടുക്കളകത്ത് നന്ദിനിയുടെ ഈ ഓടിയുള്ള ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കണ്ടാൽ നമ്മളൊക്കെ അവളുടെ പിന്നാലെ 2 ദിവസം ഓടേണ്ടി വരും, അത്രക്കും സ്പീഡാണ് അവൾക്ക് എന്ന് പറയാണ്. അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നന്ദിനിയുടെ അച്ഛൻ സുദേവൻ പറയുന്നുണ്ട്, സാറേ, കഴിഞ്ഞ ജന്മത്തിൽ ഞാനും എൻ്റെ മക്കളും നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ എനിക്ക് സാറിനോടൊപ്പം ഇരുന്ന് ഒരു ഉരുള ചോറെങ്കിലും ഉണ്ണാൻ സാധിച്ചത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവ ഇരിക്കാൻ. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും പത്മം ഇറങ്ങി അകത്തേക്ക് കയറുകയാണ്. എല്ലാവരും ഒന്നിച്ച് കളിച്ചു ചിരിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം കൂടുകയാണ്. പത്മം നേരെ അവരുടെ അടുത്തേക്ക് വരികയാണ്. ഇവരൊക്കെ ആരാണ് ഇവിടെ വിളിച്ചു വരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നത്? ഇറങ്ങി പൊക്കോണം ഇവിടെ നിന്നും. ഈ വീട്ടിലേക്ക് കയറി വരുന്നത് പോരാ, ഇവിടുത്തെ ടേബിളിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വളർന്നോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ സദ്യയെല്ലാം മതിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഈ പത്മം ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും എന്ന് പറയാം. അപ്പോൾ യതീന്ദ്ര സർ എഴുന്നേറ്റ് നിന്ന് പത്മം എന്ന് വിളിക്കുകയാണ്. അതേ മനുഷ്യൻ, നിങ്ങൾ അലറണ്ട, പത്മം തന്നെയാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇതിലും വലിയ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇറങ്ങിക്കോണം എല്ലാം എന്ന് പറയാൻ. പത്മത്തിന്റെ ഈ വാക്കുകളെല്ലാം കേട്ട് പേടിച്ച് നന്ദിനിയുടെ അച്ഛനും മുത്തശ്ശനും അനിയത്തിമാരും അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് കേട്ടോ. യതീന്ദ്ര സർ ഇരുന്ന് ഭക്ഷണം കഴിക്കും മക്കളെ, ഭക്ഷണത്തിന് മുന്നിൽ നിന്നും ഇനി ഇറങ്ങിപ്പോകരുത് എന്ന് പറയാണ്. എന്താ പത്മം, നിനക്ക് തീരെ തലയ്ക്ക് വെളിവിൽ? വിഷു ഇവിടെ ആഘോഷിക്കാൻ നിൽക്കാത്തത് ഇപ്പോൾ കയറി വന്ന് ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും ഇറക്കി വിടുന്നോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇറക്കി വിടേണ്ടവരെ സമയത്ത് തന്നെ ഇവരെ നിന്ന് ഇറക്കി വിടണം, ഇല്ലെങ്കിൽ അവർ തലയിൽ കയറും. ഞാനൊന്ന് ഇവരെ നിന്ന് മാറിയപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇറങ്ങിക്കോണം ഇപ്പോൾ തന്നെ എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ നിന്നും ഇറങ്ങാണ്. യതീന്ദ്ര സാർ പറയുന്നുണ്ടെങ്കിൽ, സോറി സർ, ഞങ്ങൾ പോവുകയാണ് എന്ന് പറയാൻ. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് സൂര്യ അവിടേക്ക് തിരിച്ചെത്തുന്നത്. അല്ല മുത്തശ്ശി, അച്ഛ, നിങ്ങളൊക്കെ എവിടെ പോകുന്നു? ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, ഇനിയും ആഘോഷങ്ങളില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ പത്മത്തെ അവിടെ കാണുന്നത്. ഓഹോ, അപ്പോൾ ഇതാണല്ലേ നിങ്ങൾ തിരിച്ചു പോകാനുള്ള കാരണം. എല്ലാവരും അവിടെ ഒന്ന് നിന്നേ, ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ പിരിയുന്നുള്ളൂ. ഈ വിഷുവിനെ ഞാനും നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കും എന്ന് വാശി പഠിക്കേണ്ട സൂര്യ. വേണ്ട സാർ, നല്ലൊരു ദിവസമായിട്ട് വെറുതെ തർക്കത്തിന് ഞങ്ങളില്ല. ഇത്രയും നേരം ഇവിടെ ചെലവഴിച്ചതും ആഘോഷിച്ചതുമെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു ഓർമ്മകൾ തന്നെയാണ്. അതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾ
ഇവിടുത്തെ അന്തരീക്ഷം മാറ്റിമറിക്കാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ. ശേഷം സൂര്യ പത്മക്ക് നേരെ വരികയാണ്. ഇത്രയും കാലം വിഷു എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ശീലിച്ചത് മറ്റു രീതിയിലാണ്. പക്ഷെ ഇന്ന് ഈ പാവങ്ങളുടെ കൂടെ നിന്നപ്പോഴാണ് എനിക്ക് ശരിക്കും യഥാർത്ഥ സ്നേഹം എന്താണ്, വിഷു എന്താണെന്നെല്ലാം മനസ്സിലായത്. ഇതിൻ്റെ ഒന്നും യാതൊരു വിലയും അറിയാത്ത നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇവരെ പുറത്താക്കുകയാണെങ്കിൽ ഞാനും ഇവരോടൊപ്പം ഇറങ്ങും എന്നൊക്കെ പറയാൻ.